വാവേ അമ്മേന്റെ മുത്ത് കൊടുത്തു ചക്കര മുത്ത്. നീ ഇന്നലെ എടിയേനു പോയിന്? നിന്റെ അമ്മ ഇനി ഒരു സ്ഥലത്തും പറതാൻ ബാക്കിയില്ല. നീ എടിയും പോകുമ്പോ പറഞ്ഞിട്ടല്ലേ പോണ്ടിയത്? ഇങ്ങനെ ആളെ ബുദ്ധിമുട്ടിക്കണ? അല്ലടാ, നിന്റെ കണ്ണല്ലെന്ന ഇങ്ങനെ ചോന്നിന്? നിന്റെ പരിപാടി എന്നാണ്? നിന്റെ ഉദ്ദേശം എന്നാണ്? നീ ഇങ്ങനെ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? നീ സ്കൂളും മതിയാക്കി വീട്ടിലിരുന്നു. ഇപ്പൊ വീട്ടിലൊരിക്കുന്നില്ലല്ലോ നീ. ഏടി ഇങ്ങനെ പോന്നു നീ? 2500 ഉറുപ്പ്യ തരാ. 2500 ഉറുപ്പ്യ എന്തിന്? നീ ഇടക്കിടക്കെ വന്നിട്ട് എന്റെ അടുക്കുന്നു അമ്മമ്മന്റെ അടുക്കുന്നല്ല പൈസ മേടിച്ചിട്ട് പോകുന്നുണ്ട്. നിനക്ക് വേറെ ചെലവൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഇത്രപാട് പൈസ നിനക്ക്? നീ എന്നാടെ പേടിപ്പിക്കുന്നേ? പൈസ ഒന്നും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടാ? മോനെ, നീ ഏടി പോവല്ല മോനെ. എന്തിനാണ് നീ എവിടെല്ലോ പോയിട്ട് എന്തെല്ലോ പരിപാടി ഉണ്ടെന്ന് ആരെല്ലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവല്ല കേട്ടാ. ആർന്ന് പറയുന്ന കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടേ? ഇങ്ങടുത്തുണ്ടെങ്കിൽ താ, ഇല്ലേ വിട്. നീ എന്നാടാ മാമിനെയാ പേടിപ്പിക്കുന്നേ? പൈസ എന്റെ അടുത്തുണ്ട്, ഞാൻ തരുന്നില്ല. നീ വിട്ടോ കൊടു. ചോദിക്കുമ്പോ എല്ലായിടത്തും പൈസ കിട്ടണോണ്ട് നല്ലൊരു പഠിപ്പായി പോയല്ലേ നിനക്ക്? എത്ര നല്ലൊരു ചെക്കനേനു, നല്ല മാർക്കും മേടിച്ച് പഠിച്ചോളുണ്ടായ ചെക്കനാന്ന്. അവന്റെ കൂട്ടുകെട്ടാൻ തോന്നുന്നു ഇങ്ങനായി പോയി. അല്ലപ്പ ഇതാരാ? മോനെടെ പോയിനേനു? മോനെ എത്ര ദിവസമായി ഇങ്ങോട്ട് വരാതെ? എന്നാ ഇത് മോനെ കണ്ണല്ലിങ്ങനെ ചോന്നിന്. ഒന്നും കുടിച്ചിട്ടില്ലേ മോയെ? വാ, ഞാനെന്തെങ്കിലും തരാല. ഒന്നും വേണ്ട മമ്മ, കുറച്ച് പൈസ തരുമോ? അല്ലപ്പ പൈസ നീ എന്നാ പറയുന്നു മോനെ? അന്റെ പൈസ തേച്ച് നീ എന്നല്ലേ കൊണ്ടുപോയി തീർത്തത്. എനക്ക് പെൻഷൻ കിട്ടിയ പൈസ ഇങ്ങനെ പറയുമ്പോ ഞാൻ എടുത്തു തരും, നീ കൊണ്ടുപോ. ഇങ്ങനെയൊക്കെ പിള്ളറപ്പുറം കൂടിയിട്ട് തെമ്മാടിത്തരം എന്തെല്ലോ ഞാൻ കേക്കുന്നുണ്ട് കേട്ടാ. അതെല്ലാം അങ്ങ് നിർത്തിക്കോ. നീ വാ, ചോറ് തിന്നാലേ വാ. വന്നാട്ടെ, ചോറ് തരാല. കണ്ട പിള്ളറപ്പുറം പോയി തെണ്ടിയിട്ട് വന്നിട്ടിപ്പൊ ചക്കന്റെ കണ്ണും മേടും ചോന്നിട്ട്. അല്ലടാ, അമ്മമ്മേന്റെ മാലയല്ലേ പൊടിച്ച് കൊണ്ടുപോകുന്നത്? കൊണ്ടട ഇങ്ങ്. അമ്മമ്മേന്റെ മാലയല്ലേ ഇങ്ങോട്ടാ. വായ നോക്കിയതല്ലേ?
നിങ്ങൾ പറഞ്ഞ മൊത്തം പൈസ ഉണ്ട്. നമസ്കാരം. KL ബ്രോ ബിജു ഋത്തിക്കിൻ്റെ വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷ്വൽ കാണുമായിരുന്നു. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യം എന്ന രീതിയിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്കിലും നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടുന്ന വളരെ വലിയ ഒരു സോഷ്യൽ മെസ്സേജ് പകർന്നു നൽകാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കൽപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിതിൻ രാജ് PIPS, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെയേറെ സജീവമായ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാസലഹരി പദാർത്ഥങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ വലിയ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നത് നേരിട്ട് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള വലിയ തരത്തിലേക്കുള്ള ഒരു ജനകീയ പോരാട്ടം, ഒരു ജനകീയ മുന്നേറ്റം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കേരള പോലീസിൻ്റെ യോദ്ധാവ് പദ്ധതിയിലൂടെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് NDPS ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് വിവരങ്ങൾ രഹസ്യമായിട്ട്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ആവാതെ രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്. 9959966666 എന്ന ഫോൺ നമ്പറിലൂടെ അതിലേക്ക് നിങ്ങൾ അയക്കുന്ന ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ, അതൊരു പക്ഷേ ഒരു ഫോട്ടോ എന്ന രീതിയിലോ ഒരു വോയിസ് എന്ന രീതിയിലോ അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഡ്രഗ്സിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കും പങ്കാളിയാവാം. അതിലൂടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ആവുന്നില്ല എന്നുള്ളതാണ് യോദ്ധാവ് നമ്പറിലൂടെ നിങ്ങൾ ഇൻഫർമേഷൻ കൈമാറുമ്പോൾ നടത്തുന്ന ഒരു വലിയ പ്രത്യേകത. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അത് വ്യക്തികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ലഹരി കെണിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ കണ്ടെത്തുന്നതിനും അത് മനസ്സിലാക്കുകയും അത് ആദ്യഘട്ടത്തിൽ തന്നെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കരുതൽ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചിട്ടും കുട്ടികളായിട്ടുള്ള ആൾക്കാരുടെ, കുട്ടികളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യങ്ങളിൽ അവരുമായിട്ട് തുറന്ന ഒരു സംസാരത്തിനുള്ള സാഹചര്യങ്ങൾ വീടുകളിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിയണം. ഒരു കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും പറയാനുള്ള ഒരു വലിയ വ്യഗ്രത കാണാറുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള സ്പേസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുറേ കഴിയുന്ന സമയത്ത് എത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ആ കുട്ടി പെട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് സംസാരിക്കാനുള്ള സ്പേസ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള രീതികളിലേക്ക്, പ്രശ്നങ്ങളിലേക്കൊക്കെ പിന്നീട് കൊണ്ടെത്തിക്കുന്നത് പലപ്പോഴും പല ഇൻസിഡൻസിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തുറന്ന സംഭാഷണത്തിന്, തുറന്ന സംസാരങ്ങൾക്കൊക്കെ നമ്മളുടെ ഇടങ്ങൾ നമുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് നമ്മുടെ ലഹരി, ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളുടെ യുവതലമുറയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അത് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്ന ലഹരിയല്ല, മറിച്ച് ലഹരി എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മുടെ യാത്രകളായിട്ട്, പുസ്തകങ്ങളുടെ വായനകളായിട്ട്, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളിലൂടെ ഒക്കെ ആയിട്ട് നമ്മുടെ ലഹരി എന്ന് പറയുന്ന വാക്കിനെ പുനർനിർവചിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ടെത്തണം അല്ലെങ്കിൽ കാണണമെന്നില്ല. പക്ഷെ മറിച്ച് അത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതൊരുപക്ഷെ നമ്മൾ കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ അമിത ഉന്മാദത്തിൻ്റെ, അമിത ഉത്സാഹത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ ഉറക്കക്കുറവിൻ്റെ രീതിയിലൊക്കെ അതൊരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായിട്ട് വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കാണണം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കൈമാറുന്നതിലൂടെ, രണ്ട്, നമ്മളുടെ ചുറ്റുപാടുകൾ ലഹരി വിമുക്തമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളിലൂടെ, മൂന്ന്, നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ, അവർ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഡി അഡിക്ഷനിലേക്ക് കൊണ്ടുവരുന്ന പോരാട്ടങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. ആ ഒരു പോരാട്ടം ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ട് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരി ഉപയോഗങ്ങളും അതിൻ്റെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ കഴിയുന്ന ബോധവൽക്കരണ കാര്യങ്ങൾ നടത്താനുള്ളതാണ്. ജീവിതത്തോടാണ് നമ്മൾ ലഹരി, നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടതാണ്. ഈ ലോകം നമ്മളെല്ലാവരും കൂടിയാണ്, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണേണ്ടതാണ്. സന്തോഷമായിട്ട് നമ്മളെ കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുക ലഹരിക്കെതിരെ. അപ്പോൾ നല്ലൊരു ഭാവി തലമുറ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അബിയാണ് നമ്മളെ കൂടെ, ഇതായത് അബി ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. അപ്പോൾ അങ്കിതിനോട് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അങ്കിതിനെല്ലാം ഇതാക്കി നോക്കുമ്പോൾ അങ്കിതിന് പെട്ടെന്ന് അവന് ബാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകേണ്ട വന്നു.
അപ്പോൾ അഭി വന്നു. അഭി ഫസ്റ്റ് ടൈം വന്ന് എങ്ങനെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കണം. ഞാൻ പറഞ്ഞ അതേ കളിച്ചത് അവൻ നന്നായി, ഞാൻ വിചാരിച്ചതിനൊക്കെ അവൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അഭിക്കും ഈ ഒരു അവസരത്തിൽ ഇതിനകത്ത് ഇതാക്കുന്നു. പിന്നെ നമ്മളിതിന് ക്ലൈമാക്സ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒന്നല്ല, ഒരു 3-4 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായി. ക്ലൈമാക്സുകളെല്ലാം നമ്മളെ പല സ്ഥലത്തായിട്ട് പിന്നെ ആവർത്തിക്കപ്പെടുന്നത് കണ്ടു. അത് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു ദുരന്തമായിട്ടുള്ള ഇതായിരുന്നു നമ്മൾ ഇന്നാൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ 1-2 സ്ഥലത്ത് നടന്നു നോക്കുമ്പോൾ നമുക്കൊരു വിഷമം പോലെയായി. നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നു അവരെ വീട്ടുകാർ എന്ന്, എന്നിട്ട് കൂടി ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ നമ്മളത്രയും ഒരു ഇതിനോട് ചെയ്തു, പക്ഷെ അത് പിന്നെ അങ്ങനെ അത് സ്ഥലത്ത് നടന്നു കാണുമ്പോൾ നമുക്കൊരു വിഷമം പോലെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് ക്ലൈമാക്സ് അങ്ങനെ ഒരു നന്മയിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ പോലീസുകാർ സംസാരിക്കുന്ന തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേറൊരു വശം വേണ്ടെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആ കഥ ഒതുക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊന്ന് രേഖപ്പെടുത്തണേ. പറ്റും നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എത്തട്ടെ. എല്ലാ കുഞ്ഞുമക്കളും എല്ലാവരും ലഹരിയിൽ നിന്ന് വിമുക്തമായിട്ട് നല്ലൊരു ജീവിതം, നല്ലൊരു തലമുറ ഉണ്ടാകട്ടെ.